സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നു പറയാൻ. 6 പേരെ നിഷ്കരണം കൊന്നുകളഞ്ഞ ഇവക്കൊക്കെ എന്താണ് പറയേണ്ടത്? ഒരു പൊടിക്കുഞ്ഞുൾപ്പെടെ 6 പേരെ വിഷം കൊടുത്ത്, അതായത് സയനൈഡ് കൊടുത്ത് കൊലപാതകം ചെയ്ത ഒരാളെ ജയിലിലാക്കിയതാണ്. ഇപ്പോൾ ഇവരെ BA സെക്കൻഡ് ഇയർ പരീക്ഷ എക്സാം എഴുതുകയാണ്. അതിനുള്ള എല്ലാ സൗകര്യം ജയിലും നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ്. അതിൽ 8 പരീക്ഷയിൽ 6 പരീക്ഷ അവർ എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത്, ഈ ജയിലിൽ നിന്ന് അവർ ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ജോലി, അതായത് ഒരു DGP അങ്ങനെയുള്ള അത്ര നല്ലൊരു ജോലിയും കൂടെ അവർക്ക് കൊടുക്കണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. എങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെയൊക്കെ പോക്കെന്ന്, അല്ലെങ്കിൽ ഈ നമ്മുടെ നിയമത്തിൻ്റെയൊക്കെ പോക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 6 പേരെ നിഷ്കരണം വധിച്ചവരാക്ക് എന്തിനാണ് പിന്നെ നിങ്ങൾ ജയിലിൽ കൊണ്ടിടുന്നത്? അവരെ ഈ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും കോളേജിൽ നിർത്തി സർക്കാരിൻ്റെ ചെലവിൽ, കോടതിയുടെ ചെലവിൽ പഠിപ്പിച്ചാൽ പോരെ? എന്തൊക്കെ ഇതാണ് കേരളം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരാൾ ചിന്തിക്കുമ്പോൾ നമ്മളിനി ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാനുള്ള ഇതേ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളൂ. അപ്പം അങ്ങനെ ഇനിയിപ്പം ഒരാളെ കൊന്നാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ല മറ്റാരെങ്കിലും തിരിച്ചു കൊന്നാലും ഈ കോടതിയും ഗവൺമെൻറ്റും എല്ലാം നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെയൊക്കെ പോക്ക്.